തെക്ക് കിഴക്കൻ യൂറോപ്പിലെ ബോസ്നിയ ഹോർസ്ഗവീന രാജ്യത്തിലെ ഒരു ചെറിയ പട്ടണമായ മെഡ്ജുഗോറിയ ഒരു അന്തർദേശീയ തീർത്ഥാടന കേന്ദ്രമായി മാറിയിട്ട് വർഷങ്ങളായിട്ടുണ്ട്. വിവിധ രാജ്യങ്ങളിൽ നിന്നും വളരെ പേർ മെഡ്ജുഗോറിയയിലെത്തുകയും അവരിൽ പലർക്കും വലിയ മാനസാന്തരങ്ങളും സൗഖ്യങ്ങളും ലഭിച്ചതായി സാക്ഷ്യങ്ങളുണ്ട്. സെപ്റ്റംബർ 2024 ഫ്രാൻസിസ് പാപ്പായുടെ കാലത്താണ് വത്തിക്കാനിലെ ഡിക്കാസ്ട്രി ഓഫ് ദി ഡോക്ട്രിൻ ഓഫ് ഫെയ്ത്ത് മെഡ്ജുഗോറിയയിലെ സാങ്ച്വറി ഓഫ് ദി ക്വീൻ ഓഫ് പീസിൽ സംഭവിക്കുന്ന മാനസാന്തരങ്ങൾ, അത്ഭുത രോഗസൗഖ്യങ്ങൾ മുതലായ ഒട്ടനവധി ആത്മീയ ഫലങ്ങളെ കണക്കിലെടുത്ത് നിഹിൽ അബ്സ്റ്റാറ്റ് അഥവാ മെഡ്ജുഗോറിയയിലേക്കുള്ള തീർത്ഥാടനങ്ങൾക്ക് യാതൊരു വിലക്കുമില്ലെന്നുള്ള നിലപാട് പ്രസിദ്ധപ്പെടുത്തിയത്. അതേസമയം മെഡ്ജുഗോറിയയിൽ വർഷങ്ങളായി സംഭവിക്കുന്ന അഭൂമിക മരിയൻ പ്രത്യക്ഷീകരണങ്ങളെ വത്തിക്കാൻ ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടില്ല. എന്നാൽ വത്തിക്കാനിൽ നിന്നും നിഹിൽ അബ്സ്റ്റാറ്റ് തീരുമാനം ഔദ്യോഗികമായി പുറത്തുവിട്ടതോടെ തീർത്ഥാടന കേന്ദ്രത്തിലേക്കുള്ള ഭക്തജനങ്ങളുടെ ഒഴുക്ക് വർദ്ധിച്ചതായാണ് കണക്ക്. പ്രത്യേകിച്ച് 2025 ജൂൺ മാസത്തിൽ മരിയൻ പ്രത്യക്ഷീകരണത്തിന്റെ 44ാം വാർഷികത്തോടെ പതിനായിരക്കണക്കിന് തീർത്ഥാടകരാണ് ഇറ്റലി, ഫ്രാൻസ്, പോളണ്ട്, ഉക്രൈൻ, ബ്രസീൽ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, സ്പെയിൻ മുതലായ രാജ്യങ്ങളിൽ നിന്ന് എത്തിച്ചേർന്നത്. 1981 ജൂൺ 25-നാണ് ആദ്യമായി പ്രത്യക്ഷീകരണം നടന്നത്. അന്ന് മെഡ്ജുഗോറിയയിലെ 6 പേർക്കാണ് മരിയൻ ദർശനങ്ങൾ ലഭിച്ചത്. സമാധാനത്തിന്റെ സന്ദേശങ്ങളായിരുന്നു മരിയൻ പ്രത്യക്ഷീകരണങ്ങളിലൂടെ ലഭിച്ചിരുന്നത്. 1981-ലാണ് ആദ്യമായി മെഡ്ജുഗോറിയയിൽ തീർത്ഥാടനം ആരംഭിച്ചത്. ഇതുവരെ 50 മില്യണിലധികം പേരാണ് ബോസ്നിയയിലെ മെഡ്ജുഗോറിയ സന്ദർശിച്ചിട്ടുള്ളത്. മെഡ്ജുഗോറിയയിൽ സംഭവിക്കുന്ന മരിയൻ പ്രത്യക്ഷീകരണങ്ങൾക്കുമുപരി മനുഷ്യന് ലഭിക്കുന്ന ആത്മീയ പരിപാലനയ്ക്കും എണ്ണമറ്റ കൃപകൾക്കുമായിട്ടാണ് വത്തിക്കാൻ നിഹിൽ അബ്സ്റ്റാറ്റ് നിലപാട് നൽകിയതെന്ന് വത്തിക്കാൻ പ്രത്യേകമായി പരാമർശിക്കുന്നുണ്ട്. യുദ്ധക്കെടുതിയും അന്തർദേശീയ ആഭ്യന്തര കലാപങ്ങളും പതിവായ മധ്യപൂർവേഷ്യയിലെ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് വിശ്വാസികൾ യാത്ര ഒഴിവാക്കുമ്പോൾ മെഡ്ജുഗോറിയയിലേക്ക് കൂടുതൽ വിശ്വാസികൾ എത്തിച്ചേരുന്നു എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്.